എന്തായാലും നമുക്ക് നോക്കാം. സാറൊക്കെ തുടരുക. ഇതിൽ എന്തായാലും ഒരു വലിയ രാഷ്ട്രീയ വിവാദമാവുകയാണ്. നേരത്തെ ബി ജെ പിയുടെ കൗൺസിലറൊക്കെ പറഞ്ഞതുപോലെ സാഹചര്യം അവരുദ്ദേശിക്കുന്ന പോലെയല്ല, വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് മാറുകയാണ്. ശ്രീലേഖ കൗൺസിലർ സ്ഥാനത്തിരുന്നു കൊണ്ട് MLA-യോട് ഒഴിയാൻ ആവശ്യം ഉന്നയിച്ചെങ്കിൽ അതൊരു രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമാണ്. അത്തരം ആരോപണം ഉന്നയിക്കുന്ന മറ്റാരുമല്ല, CPM-ന്റെ ജില്ലാ സെക്രട്ടറി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വാക്ക്. MLA-മാരെ സംബന്ധിച്ചിടത്തോളം MLA-മാരുടെ ഓഫീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓഫീസ് ഒഴിവുണ്ടെങ്കിൽ അവരുടെ ഏതെങ്കിലും ഓഫീസിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാം എന്ന് ഗവൺമെന്റ് തന്നെ ഉത്തരവുണ്ട്. സർക്കാരിന്റെ തന്നെ ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ഗസ്റ്റ് ഹൗസുകളൊക്കെ ചേർന്നിട്ട് സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെയും എല്ലാം MLA ഓഫീസുകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് VK പ്രശാന്ത് നഗരസഭയോട് അഭ്യർത്ഥിച്ച് നഗരസഭയുടെ കൗൺസില് പാസാക്കി അത് മാർച്ച് വരെ MLA ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല എന്ന നിലയിലാണ്. പക്ഷേ ശ്രീലേഖ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അടിയന്തരമായിട്ട് ഓഫീസ് ഒഴിഞ്ഞു കൊടുക്കണം, എൻ്റെ ഓഫീസ് പ്രവർത്തിപ്പിക്കണം എന്നുള്ളതാണ്. ഈ പുത്തനച്ചി പുലപ്പുറം തൂക്കുമെന്ന് പറഞ്ഞതുപോലെ അവരെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിൽ നടത്തി, പക്ഷെ അവരെ അവസാനം കരിയപ്പല പോലെ വലിച്ചെറിഞ്ഞു. ഇപ്പോൾ അവര് ആളുകളുടെ അടുത്തെല്ലാം പരിദേവനവും പരിഭവവും എല്ലാം പറഞ്ഞു നടക്കുകയാണ്. അക്കൂട്ടത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഏറ്റവും മോശപ്പെട്ട ഒരു നിലപാടാണ് അവരിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അത് പഴയ പോലീസിലുണ്ടായിരുന്ന ഒരു ധാർഷ്ട്യവും ധിക്കാരവും എല്ലാം പുലർത്തുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ കാണിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും നിയമപരമായിട്ട് മേയർ അത് പരിശോധിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. മേയർക്കറിയാം അതിന്റെ ചിട്ടവട്ടങ്ങൾ. ഇപ്പോൾ ശ്രീലേഖയ്ക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ VV രാജേഷ് നേരത്തെ കൗൺസിൽ അംഗമായിരുന്നതുകൊണ്ട് കൃത്യമായിട്ട് അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ VV രാജേഷ് ഈ കാര്യത്തിൽ ഇടപെടണം. ജനാധിപത്യം സംരക്ഷിക്കാനായിട്ടുള്ള നിലപാടുകൾ VV രാജേഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അവിടെ കൃത്യമായിട്ട് തുടർന്നു പോകാനുള്ള MLA ഓഫീസ് തുടർന്നു പോകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടതാണ് ചെയ്യേണ്ടത്. ആ ഒരു നിലപാട് സ്വീകരിക്കണമെന്നുള്ളതാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭ്യർത്ഥന. എന്തായാലും ഇത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി DS ജോയ് ഈ നിലപാട് അദ്ദേഹം എടുക്കുകയാണ്. എന്തായാലും ഇതിൽ വലിയ രാഷ്ട്രീയമുണ്ട് എന്ന ആക്ഷേപം കൂടിയാണ്, അല്ലെങ്കിൽ ശ്രീലേഖ ഈ നീക്കം നടത്തുന്നതിന് പിന്നിൽ മറ്റു ചില താല്പര്യങ്ങളുണ്ടോ? എന്തായാലും മേയർ VV രാജേഷ് അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉയരുന്ന ഒരു ചോദ്യം ഇതാണ്: തലസ്ഥാന നഗരത്തിലെ കോർപ്പറേഷനിൽ ഭരണമാറ്റമുണ്ടാകുന്നു. 4 പതിറ്റാണ്ടിന് ശേഷം CPM-ന്റെ ഭരണം മാറി വരുമ്പോൾ ഇനി അങ്ങോട്ടേക്ക് CPM-ഉം സർക്കാരും തമ്മിലുള്ള BJP കോർപ്പറേഷനും സർക്കാരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് അത് വഴിമാറുമോ എന്ന ചോദ്യമാണ്. കാരണം തലസ്ഥാന കോർപ്പറേഷനാണ്, തന്ത്രപ്രധാനമായ ഇടമാണ്. അവിടുത്തെ മേയർക്കടക്കം അത്തരം സാന്നിധ്യമുണ്ട്. തലസ്ഥാന നഗരത്തിൻ്റെ പല തീരുമാനങ്ങൾ എടുക്കുന്നതിലൊക്കെ കോർപ്പറേഷൻ കൗൺസിലാണ് ഏറ്റവും പ്രധാനമായി മാറുക. അപ്പോൾ സർക്കാരും കോർപ്പറേഷനും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കൂടി ഇത് വഴിമാറുമോ എന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നമുക്ക് എന്താണ് ഇതിൻ്റെ സാഹചര്യം എന്ന കാര്യം കൂടി ഒന്ന് നോക്കാം. അതായത് പ്രധാനമായും ഈ തർക്കത്തിലേക്ക് വരുമ്പോൾ ഈ തർക്കത്തിൻ്റെ അടിസ്ഥാനം ഏത് തരത്തിലാണ് ഉണ്ടാവുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഈ കോർപ്പറേഷനിലെ ഭരണമാറ്റം പുതിയ വഴി തർക്കങ്ങൾക്ക് വഴിവെക്കുമോ? സർക്കാരും കോർപ്പറേഷനും നേരിട്ട് ഏറ്റുമുട്ടലിലേക്കാണ്. മുൻ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ അന്വേഷിക്കുമോ? നൈറ്റ് ലൈഫ് പദ്ധതിയെ BJP അനുകൂലിക്കുമോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ തിരുവനന്തപുരം നഗരവുമായി ബന്ധപ്പെട്ട ചില അഭിമാന പദ്ധതികളിൽ പലതും അത് കോർപ്പറേഷൻ്റെ തീരുമാനങ്ങളിൽ കൂടി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ആ തീരുമാനങ്ങളെ അനുകൂലിക്കാൻ ഈ പുതിയ കോർപ്പറേഷൻ തയ്യാറാകുമോ? അതല്ല ഇപ്പോൾ സംഭവിക്കുന്നത് ഒരു ഏറ്റുമുട്ടലിൻ്റെ തുടക്കമാണെങ്കിൽ അതിന് വലിയ തുടർച്ച ഉണ്ടാവേണ്ടി വരും. അങ്ങനെയെങ്കിൽ അത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറുകയും ചെയ്യും. ഒരുപക്ഷെ കൂടുതൽ കേന്ദ്ര സർക്കാർ പദ്ധതികളോ അതുമായി ചേർന്ന് നിൽക്കുന്ന ചില വിവാദ തീരുമാനങ്ങളോ ഒക്കെ തലസ്ഥാനത്തുണ്ടായാൽ അതും ഇതുമായി കൂട്ടി വായിക്കപ്പെടാനുള്ള സാധ്യതകളും ചെറുതല്ല. കോർപ്പറേഷനിലെ ഭരണമാറ്റം പുതിയ തർക്കങ്ങൾക്ക് വഴി തുറക്കുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. എന്തായാലും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി മാറുകയും ചെയ്യുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോർപ്പറേഷനിലെ സർക്കാരും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് വഴി തുറക്കുമോ? നേരിട്ട് ഏറ്റുമുട്ടലിന് വഴി തുറക്കുമോ എന്ന ചോദ്യം നമ്മൾ ഉന്നയിക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ വിഷയത്തിൽ ഓഫീസ് വിവാദത്തിൻ്റെ തുടക്കമാണെങ്കിൽ മറ്റ് നിരവധി വിഷയങ്ങൾ ഇരിക്കുകയാണ്. ആ ഏറ്റുമുട്ടൽ ഒരു പുതിയ തലത്തിലേക്ക് കടക്കുമോ എന്ന ചോദ്യമാണ്. തിരുവനന്തപുരം നഗരം ഒരു അധികാര കേന്ദ്രമായി BJP ഏറ്റെടുത്താൽ അത് സർക്കാരുമായി പലപ്പോഴും തദ്ദേശ സ്ഥാപനങ്ങളും അതത് സർക്കാരുകളും തമ്മിൽ ചേർന്ന് പോയെങ്കിലേ പലപ്പോഴും പല കാര്യങ്ങളിലും മുന്നോട്ട് പോകാനാവുള്ളൂ. പക്ഷേ ഇവിടെ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇവിടെ
മറ്റൊരു കാര്യം കൂടി പ്രസക്തമാവുന്നുണ്ട്. എന്താണിത്? മുൻ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ അന്വേഷിക്കുമോ എന്ന ചോദ്യം കൂടി പ്രസക്തമാവുന്നുണ്ട്. കാരണം മുൻ ഭരണസമിതി ഏറെ രാഷ്ട്രീയ വിവാദങ്ങളിൽപ്പെട്ടതാണ്. ചില തീരുമാനങ്ങളൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഇടവെച്ചിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആ തീരുമാനങ്ങളിൽ ഒരു പുനഃപരിശോധന, തീരുമാനങ്ങൾ സംബന്ധിച്ചൊരു അന്വേഷണത്തിന് ഇപ്പോൾ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഭരണസമിതി, BJPയുടെ ഭരണസമിതി തയ്യാറാകുമോ? അങ്ങനെയെങ്കിൽ അത് വലിയ ഏറ്റുമുട്ടലിലേക്ക് പോകുമോ എന്ന ചോദ്യമാണ്. മറ്റൊരു കാര്യം, തിരുവനന്തപുരത്ത് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ് നൈറ്റ് ലൈഫ് പദ്ധതി. ഈ നൈറ്റ് ലൈഫ് പദ്ധതി അന്ന് സംസ്ഥാന സർക്കാരും ഒക്കെ ടൂറിസം പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായി ഏറ്റെടുത്തതാണ്. അങ്ങനെയെങ്കിൽ ഈ പദ്ധതിയെ ഇപ്പോഴത്തെ BJP ഭരണസമിതി അനുകൂലിക്കുമോ എന്ന ചോദ്യമുണ്ട്. ഇത് സംബന്ധിച്ച് മേയറോട് ചില ചോദ്യങ്ങൾ ഇതിനകം തന്നെ ഉണ്ടായിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലൊരു നിലപാട് വ്യക്തമാനവും ഉണ്ടായിട്ടുമില്ല. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ BJP ഈ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനെ പൊതുവിൽ എതിർത്തിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ആ എതിർപ്പ് അവർ നിലനിർത്തുമോ, മറിച്ച് തിരുവനന്തപുരം രാത്രികളിലും സജീവമാകുന്ന ചില ഇടങ്ങൾ സൃഷ്ടിക്കുക എന്ന ആ ഒരു വലിയ ആശയത്തെ BJP എതിർക്കുമോ? ഇതൊരു തുടക്കം മാത്രമാണെങ്കിൽ ആ എതിർപ്പുകൾ പലതരത്തിലേക്ക് കിടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അതൊക്കെ സംഭവിക്കുമോ എന്ന വലിയ ചോദ്യം കൂടിയാണ് ഉയരുന്നത്. എന്തായാലും തലസ്ഥാന നഗരത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് BJP കൗൺസിലർ R. ശ്രീലേഖ, മുൻ DJP, അവർ MLAയുടെ ഓഫീസ് കെട്ടിടം ഒഴിഞ്ഞു നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. അതുണ്ടാക്കുന്ന വിവാദമാണ്. ഈ വിവാദത്തിൻ്റെ വസ്തുത എന്ത് എന്ന ചോദ്യം കൂടി ഏറെ പ്രസക്തമായി മാറുകയാണ്. എന്തായാലും ഇത് സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സാരംഗ് തുടരുന്നുണ്ട്. സാരംഗ്, ഇതൊരു രാഷ്ട്രീയ വിവാദമാക്കുകയാണ് ഇടതുപക്ഷം, CPM. അതാണിപ്പോൾ പ്രശാന്തിൻ്റെയും തൊട്ട് പിന്നാലെ CPM ജില്ലാ സെക്രട്ടറി ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളിൽ പ്രകടമാവുന്ന കാര്യം. ഇത് വളരെ ബോധപൂർവമാണ്. BJP നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് ഈ ഒരു നീക്കം നടക്കുന്നതെന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ BJPയുടെ ഒരു മറുപടി ഇക്കാര്യത്തിൽ ഉണ്ടാവുമല്ലോ, അല്ലേ? സജിത്ത്, ചോദ്യം വ്യക്തമല്ല, ഒന്ന് ആവർത്തിക്കാമോ? സാറുക, ഞാൻ ഉദ്ദേശിച്ചത് ഇത് ഇപ്പോൾ ശ്രീലേഖയുടെ നീക്കത്തിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയമുണ്ട് എന്ന ആക്ഷേപമാണ് പൊതുവിൽ CPM ഉന്നയിക്കുന്നത്. കാരണം V. ജോയ്, CPMൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ അടക്കമുള്ള വാക്കുകളിൽ അത് വളരെ പ്രകടമാണ്. അങ്ങനെയെങ്കിൽ ഇതിനൊരു BJPയുടെ മറുപടി കൂടി ഉണ്ടാവുള്ളൂ, ഒരു മറുവാദം ഉന്നയിക്കണല്ലോ. ശ്രീലേഖ പറയുന്നതിനപ്പുറം BJP ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന ആക്ഷേപത്തെ BJP കൂടി ഏറ്റെടുക്കാനുള്ള സാഹചര്യമുണ്ടോ? അത്തരം മറുപടി ഉണ്ടാകുമോ BJPയുടെ ഭാഗത്ത്? സജിത്ത്, തീർച്ചയായും. കാരണം ഇതൊരു സൗഹൃദ സംഭാഷണം എന്ന രീതിയിൽ നിന്ന് മാറി ഒരു രാഷ്ട്രീയ പോരിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നടക്കം കൃത്യമായി ഇതൊരു രാഷ്ട്രീയമാണ്. ഒരു ഭരണത്തിലേറി ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ അത് ഇടത് MLAയുടെ ഓഫീസ് ഒഴിപ്പിക്കുക എന്ന് പറയുന്നത് കൃത്യമായ രാഷ്ട്രീയ നീക്കമാണ്. മാത്രമല്ല ഇതിൽ എഗ്രിമെന്റ് അടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഒഴിപ്പിക്കൽ സാഹചര്യം എന്താണെന്നടക്കമുള്ള, അതായത് കൃത്യമായൊരു അതായത് മുതിർന്ന ഭാഗത്തുനിന്ന്, അതായത് ഉയർന്ന തലങ്ങളിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മുറി ഒഴിയാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നാണ് പ്രതികരണങ്ങൾ വരുന്നത്. പക്ഷേ ഇതിൽ BJPയുടെ ഭാഗത്തുനിന്നും കൃത്യമായി ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം വന്നിട്ടില്ല. ഒരു R. ശ്രീലേഖയുമായി ബന്ധപ്പെട്ട പ്രതികരണം അല്ലാതെ കൂടുതൽ പ്രതികരണങ്ങളൊന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ അധികം വൈകാതെ തന്നെ ഇതിലൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഭരണത്തിലേറി ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ അതൊരു വലിയ വിവാദം ഉണ്ടാക്കാൻ BJPയും ശ്രമിക്കില്ല എന്നൊരു പ്രതികരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം വളരെ കാലത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഭരണത്തിലേറുന്നത്. തുടക്കം തൊട്ട് തന്നെ ഇത്തരത്തിലുള്ള അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു നീക്കം തുടക്കം തൊട്ട് തന്നെ BJPയുടെ ഭാഗത്തുണ്ടായിരുന്നു. മുന്നോട്ട് വെച്ച ആശയങ്ങളെല്ലാം നടപ്പിലാക്കാൻ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന VV രാജേഷിന്റെയും ആശാനാഥിന്റെയും അടക്കമുള്ള പത്രസമ്മേളനത്തിനടക്കം പറഞ്ഞിട്ടുള്ളത് 101 കൌൺസിലർമാരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ആവശ്യമില്ലാത്ത രാഷ്ട്രീയ വിവാദങ്ങൾക്കൊന്നും തന്നെ വഴികൊടുക്കാതെ തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. അതൊരു ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ഇതൊരു വികസനത്തിന്റെ പാതയിലേക്ക് തുടരുന്നു എന്നടക്കമായിരുന്നു പ്രതികരണം. പക്ഷേ അത് കഴിഞ്ഞ അടുത്ത ദിവസമാണ് ഈ ഒരു രാഷ്ട്രീയ വിവാദം പുകയുന്നത്. അതിൽ